ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് വന്നതാണ് കേട്ടോ. ഉച്ചക്ക് നമ്മൾ ഇവരെ ഇളക്കാൻ വേണ്ടി വന്നതാണ്. ഇവരെ ഇളക്കാൻ മീൻസ് കടന്നുറത്തുനിന്ന് എണീപ്പിച്ച് ഉഷാറാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം ഇപ്പം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ അടങ്ങി ഒതുങ്ങി കിടന്നാൽ നമുക്ക് ക്ഷീണം വരും കേട്ടോ. നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ഡേ ആവും കോഴിക്കൾ. ചിലപ്പോൾ ഇന്നത് പിടിക്കേക്കാരം. ഇതിപ്പം നമുക്ക് 28ാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് 40 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ആട്ടിക്കാണ്ടൊന്ന് എണീപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമുക്ക് ഇവർക്കൊന്ന് എണീപ്പിച്ച് നോക്കാം. ഒരു ചാക്കിട്ടാണ് ഇങ്ങനെ ആട്ടിയാൽ എല്ലാവരും എണീക്കും കേട്ടോ. ചൂടുകാലം ആയതുകൊണ്ട് നമ്മൾ വെള്ളപാത്രം തട്ടി മറിക്കണേ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം വെള്ളപാത്രം തട്ടി മറിഞ്ഞാലും ഉണങ്ങും കേട്ടോ. നമ്മൾ ഫാൻ ഓഫാക്കിയിട്ട് വേണം ഇളക്കാൻ, മീൻസ് ഇവരെ ആട്ടാൻ. ഇല്ലെങ്കിൽ ഫാനിൻ്റെ ഉള്ളിൽ നമ്മൾ ഫാനിന് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് ചാടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഫാനിൻ്റെ അടിയിലൊക്കെ കിടക്കണമെന്നുണ്ടാവും, അവിടെയൊക്കെ നല്ലോണം ഏൽപ്പിച്ച് വിടുക കേട്ടോ. ഉണ്ടാവും ഇവരുടെ മെയിൻ ഹോബിയാണ് വെള്ളപ്പാത്രത്തിൻ്റെ താഴെ വന്ന് കിടക്കുന്നത്. ഉണ്ടാവും നല്ല തണുപ്പുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരൊക്കെ ഒന്ന് എണീപ്പിക്കട്ടോ. നല്ലോണം ആട്ടണം കേട്ടോ. കൂടി കാണിക്കൊന്ന് ആട്ടുക. ദിവസം നമുക്ക് ഇവർ എന്താണ് നിന്നാൽ ചൂട് പിടിച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കിടക്കുകയെന്നുണ്ടെങ്കിൽ അറ്റാക്കും ഈ ചൂട് പിടിച്ചതും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ വെയിറ്റ് കൂടിയൊരു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. വെയിറ്റ് കൂടിയിട്ടാണ് ഇവരെ കാലിന് വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ അവർ നടക്കാനൊക്കെ ബുദ്ധിമുട്ട് കണ്ടോ. അങ്ങനെ കാലം അങ്ങോട്ട് കൊണ്ട് പോകും. വേറെ ഇഷ്യൂ ഒന്നും വരുത്തുന്നില്ല കേട്ടോ. എല്ലാം ഒളിച്ചിരിക്കുക, നമ്മളാരും കാണൂല എന്നവർ വിചാരം. വെള്ളപ്പാത്രത്തിൻ്റെ അടി നല്ല തണുപ്പുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീപ്പിച്ച് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി, നീറ്റ് പോകും കേട്ടോ. ഇങ്ങനെ ഒന്ന് ആട്ടിയ നീക്കാത്തവരെ ഇവിടെ ജസ്റ്റ് തട്ടിയാൽ നീറ്റ് പോകും. ഒരുവിധം വെയിറ്റ് കൂടിക്കാണ്ട് കാര്യതായവരുണ്ടാവും. മാക്സിമം എല്ലാവരും എല്ലാ ഭാഗത്തൊക്കെയാണ് കേട്ടോ. കാല് തായതുകൊണ്ടാണ് കേട്ടോ ഇവരൊക്കെ നീക്കാത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അടിയെങ്കിലും നടത്താൻ നോക്കാം മാക്സിമം. ഒരു ഓടണ കണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ. പെട്ടെന്ന് ഇവർ എന്തെങ്കിലും ഇപ്പം ജസ്റ്റ് പുറത്ത് കൂടെ ഒരു കിളിയെങ്കിലും പാറുകയാണെങ്കിൽ ഇവർ പേടിക്കും കേട്ടോ. ഫുള്ളൊന്നാകെ പാറില്ല കാരം. അപ്പോൾ അവർക്ക് ചെറുപ്പം എന്തെങ്കിലും കണ്ടാൽ തന്നെ പേടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാക്ക് കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീശിയാൽ തന്നെ അവർ പോകും കേട്ടോ. പിന്നെ തീരെ വയ്യാത്തവരാവും, പേടി അങ്ങനെ ഇല്ലാത്തവരാണ് വെറുതെ അങ്ങനെ കിടക്കുക. നമ്മൾ ആട്ടിയോടത്ത് കൂടെ തന്നെ ഒന്നും കൂടി ഒരു സൈഡിലേക്ക് വന്ന് കിടന്നിട്ടുണ്ടാകും. അപ്പോൾ ആട്ടിയോടത്തേക്ക് തന്നെ ഒന്നും കൂടി ആട്ടുക കേട്ടോ. ഇനി നമ്മൾ സൈഡത്തെ തീറ്റപാത്രങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നടുവത്തെ ഈ 3 ലൈന് മാത്രമേ ഉള്ളൂ.
എടുത്തൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ തീറ്റ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പിടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് വേണം തീറ്റിടാൻ. കാരണം ഇന്ന് 28ാമത്തെ നോമ്പായി. പെരുന്നാളിൻ്റെ തലേ ദിവസം നമുക്ക് മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അപ്പം ഇവർ 29 തീയതി കഴിഞ്ഞിട്ട് നോമ്പാണ് പെരുന്നാളാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിടിക്കുന്നത്. മിക്കവാറും ഒന്ന് പിടിക്കുക. കാരണം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത്ര കുറച്ച് കോഴിയല്ലേ ഉള്ളൂ, എന്തിനാ അങ്ങനെ ആട്ടിന് വന്നിട്ടോ. ആട്ടാഞ്ഞാൽ ഇവർ അങ്ങനെ ഒരു ഭാഗത്ത് കിടന്നുകൊണ്ട് അറ്റാക്കും ചൂടൊക്കെ വന്നാൽ നല്ല പ്രശ്നം വരും കേട്ടോ. ഇവരൊക്കെ നമ്മുടെ വെയിറ്റ് കൂടിയിട്ട് കാല് നടക്കാൻ കഴിയാത്തവരാണ് കേട്ടോ. വേറൊരു പ്രശ്നവും ഇല്ലാത്ത കോഴിക്കളാണ്. കാലിങ്ങനെ ബെൻഡാവും വെയിറ്റ് കൂടിയാൽ, അതാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് തിന്നാനും കുടിക്കാനും കഴിയാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തിന്നുന്നുള്ളൂ. ഇത് നമുക്ക് ഫസ്റ്റിലുള്ള കുട്ടികളാണ് കേട്ടോ, വയ്യാത്ത. നമ്മൾ ഫസ്റ്റ് പോയോടത്തുകൂടെ ഒന്നും കൂടി ലാസ്റ്റ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പോവുക. അപ്പം നീക്കാത്തവർ കിടന്നവരൊക്കെ ഒന്നുകൂടി നീക്കും കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫ്രണ്ടിൽ തന്നെ നീക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കളെ ആട്ടിയായിട്ട് ഒരു ഭാഗത്ത് അട്ടിയായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് ഇറക്കി കഴിഞ്ഞ് പോരുമ്പം അവരെ എല്ലാ ഭാഗത്തും ആക്കിയാണ്ട് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ആ അട്ടയായിട്ട് കിടക്കും. അട്ടയായിട്ട് കിടന്നാൽ അങ്ങനെ ചൂട് കൂടും കേട്ടോ. ഇതൊക്കെ കാല് ബെൻഡായതാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല, ഇവർക്ക് നടക്കാനൊക്കെ കഴിയും. തീരെ നടക്കാൻ കഴിയാത്തവർ നമ്മൾ റൗണ്ടൊക്കെ സെപ്പറേറ്റ് എടുത്തേക്കും കേട്ടോ. ഉണ്ടോ ഈ വെള്ളപാത്രത്തിന് താഴെ നോക്കട്ടോ. ഒരു ചൂടായതുകൊണ്ട് വെള്ളമാക്കിക്കാണ്ട് വെച്ചിട്ടാണ്. ഇത് സ്മെല്ലായാലും തുടങ്ങും. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഇങ്ങനെ ബുള്ളിൽ ഏതൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കും. അല്ലാത്തൊക്കെ നമ്മൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇറക്കുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളം ചിന്തിയോ നമ്മൾ ഇറക്കൂല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ കോഴിക്കളൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തത്. പിന്നെ നോമ്പായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. ഫാം എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ദിവസം ഇല്ലാഞ്ഞത്. ഇനി എന്തായാലും നമ്മൾ നോമ്പ് കഴിഞ്ഞാലും ഫാം കഴിഞ്ഞാലും നമ്മൾ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ എന്താ നിങ്ങൾക്ക് വീഡിയോ വേണ്ടത്, ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഞാൻ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെന്തൊക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ 1 മുതലുള്ള വീഡിയോസ് നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ എല്ലാവരും അത് പോയൊന്ന് കാണാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളിവിടെ വേറൊരു കളറ് കോഴിക്കുഞ്ഞും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്താ കേട്ടോ, ചെറിയൊരു യെല്ലോ കളറിലെ ബ്രൗണൊക്കെ കളറിലെ ഇതാണ് പെടക്കോഴിയാണ്. ഇന്നാളത്തെ വീഡിയോ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത് കാണിച്ചത്. പിന്നെ നമ്മളുടെ ഒരു ഹാഷ് കളർ കോയിലായിരുന്നു, അവനൊക്കെ പോയിട്ടോ പിടിച്ചതിൽ. ഫസ്റ്റ് റൗണ്ട് പിടിച്ചതിൽ അവരൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി നമുക്ക് ഇവരുള്ളൂ. നമ്മുടെ പകുതി കോഴിക്കളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പകുതി കോഴിക്കളാണിത്. ഫാമിൽ ഇത്രയും സ്പേസ് ഉണ്ട്, എന്തിനാ അങ്ങനെ ആട്ടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് എന്താണ് ചൂട് ഇപ്പം 2-3 ദിവസമായിട്ട് നല്ല ചൂടുണ്ട്, മഴക്കാറും ഉണ്ട്. അപ്പം നല്ല ചൂടാണ് കേട്ടോ. വിങ്ങലാണ് ഫാമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വിങ്ങൽ നല്ല കേടാണ്. അതിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം ഓക്കെ ബൈ ഗായ്സ്. ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ. സോറി ഗായ്സ്, ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മൾ ഫാൻ ഓൺ ആക്കിയിട്ട് വേണം പോകാൻ, മറക്കരുത്. നമ്മൾ
ഫാൻ ഓണാക്കാൻ വേണ്ടി ഞാൻ ബ്രേക്കർ താത്തിന്ന് വിചാരിച്ച് ഇപ്പുറത്തേക്ക് വന്നു. നമ്മൾ അങ്ങോട്ട് തന്നെ പോകണം ഗൈസ്. നമ്മൾ ഫാൻ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫാനിൻ്റെ അടിക്ക് അങ്ങനെ പോയിക്കോളും. വലിയ നല്ല ചൂടിന് ആശ്വാസം ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഈ ഫാൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ 1 മണിക്കൂർ കൂടുമ്പം കയറി ആട്ടാൻ ശ്രമിക്കാം കേട്ടോ. ഇന്നത്തെ ഉച്ചക്കുള്ള ആട്ടൽ കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരണം. അപ്പം ഇനി ശരിക്കും പോയി ഗായ്സ്, ബൈ. ഹലോ ഗായ്സ്, അപ്പം നമുക്ക് രാത്രി ആയിട്ടുണ്ട് ടൈം. നമ്മളിന്ന് കോഴികളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് 40 ദിവസമായിട്ടില്ലേ. അപ്പോൾ കോഴികളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫീഡ് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പാത്രം മാറ്റി വെക്കുകയാണ് നമ്മൾ. അപ്പം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിത് ഫീഡ് കട്ട് ചെയ്യാൻ പോണത്. അവരൊരു 12 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക എന്നാണ് പറഞ്ഞത്. ചിലപ്പം കൂടും കുറയും, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അവർ കറക്റ്റ് ടൈമിന് വരലില്ല സാധാരണ, എന്നാലും ഏകദേശം ടൈം അവർ പറഞ്ഞു തരലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫീഡെല്ലാം കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാതും എടുത്തേക്കാണ് ഇങ്ങനെ റൗണ്ടാക്കിയാണ്ട് എടുത്ത് മാറ്റി വെക്കലാണ്. അപ്പം എല്ലാ ഫീഡും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഏകദേശം എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിലത് പൊക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം കോഴിക്കോട് ഇടയിൽ കൂടി ആ പാത്രം കൊണ്ട് ഇങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫീഡ് കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം അവർക്ക് കുടിക്കാം കേട്ടോ. വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. ഫീഡിൻ്റെ വെയിറ്റ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഒരു ഭാഗത്തേക്ക് ആക്കിക്കാണ്ട് വെച്ചിട്ടാണ് ഷീറ്റ് ഇട്ടാണ്ട്. അപ്പം പിടിക്കാൻ സുഖത്തിനാണ് കേട്ടോ. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ പിടിക്കാം. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ പിടിക്കാറ്. അപ്പോൾ പെട്ടെന്ന് പിടിക്കാൻ കഴിയും കേട്ടോ. നമ്മൾ ഇപ്പം കോയിനെ പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ടൈം 12:30 കഴിഞ്ഞിട്ട് 12:36 ആയിട്ടുണ്ട്. അതുപോലെ ഒരു 12 മണിക്കാണ് വന്നത്. അപ്പം ഫുള്ള് പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഫുള്ള് പിടിക്കുമോയെന്നറിയില്ല. നമുക്ക് ഫുള്ള് പിടിക്കാത്തതുകൊണ്ട് നമുക്ക് ഫീഡ് ഇടണം. അപ്പം ഫീഡ് ഇടണോ വേണ്ടേന്നറിയാത്തതിൽ നിൽക്കുകയാണ് കേട്ടോ. പാത്രത്തിൽ നമ്മളൊന്ന് ഫീഡ് ഇട്ടിട്ടില്ല. കാരണം ഒന്ന് പിടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടാൽ വെറുതെ വേസ്റ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പാത്രം വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. കൺഫേം ചെയ്തിട്ട് വേണം ബാക്കി വെക്കാൻ. ഇതിലൊന്നും നമ്മൾ ഫീഡ് ഇട്ടിട്ടില്ല. ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലതിൽ നമ്മൾ തട്ടിയ ഫീഡാണ്. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ പൊടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇടണോ വേണ്ടതെന്ന് ഇനി കൺഫേം ചെയ്തിട്ട് വേണം കേട്ടോ അറിയാൻ. അപ്പോൾ ഇന്ന് പിടിക്കൂലെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീറ്റപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫീഡ് ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നാളെ പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ടൈം 1-1:15 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. അവർ ഫുള്ള് പിടിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫീഡ് ഇടാതെ നിന്നിരുന്നത്. അപ്പോൾ ഫീഡ് ഇടേണ്ടതും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി നേരം വൈകിയത്. അല്ലെങ്കിൽ നമ്മളിത് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് രാത്രി ഫാൻ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം രാത്രി ഫുള്ള് വിങ്ങൽ തന്നെയാണ് ഫാമിൻ്റെ ഉള്ളിൽ. അപ്പം വിങ്ങിക്കാണ്ട് കോഴികൾക്കൊന്നും പറ്റാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി ഫാൻ ഇട്ട് വെക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഓക്കെ, ബൈ ഗായ്സ്.